ഹലോ ഗായ്സ്, വെൽക്കം ടു സ്റ്റോറീസ് ബൈ ശോഭന. പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ തുടങ്ങുന്നതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ മുൻപോട്ടു പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ്. എല്ലാരും നമ്മുടെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക. എല്ലാ കഥകളും കേൾക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. പവിയുടെ അമ്മ മീനു, 40 വയസ്സ്. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. പവി എന്ന് വിളിക്കുന്ന പ്രവീൺ കോളേജിൽ പഠിക്കുന്നു. 19 വയസ്സു കഴിഞ്ഞു. പ്രവീണിന്റെ പപ്പ രാജേഷ് കുവൈറ്റിലാണ്. കൊറോണ കാരണം ഇപ്രാവശ്യത്തെ വരവ് മുടങ്ങി. മീനക്കാണ് അതുകൊണ്ടേറ്റവും നഷ്ടമുണ്ടായത്. കെട്ടിയോൻ വരുമ്പോൾ അടിച്ചുപൊളിക്കാൻ റെഡിയായിട്ടിരുന്ന മീനയ്ക്ക് ദേഷ്യവും നിരാശയുമെല്ലാമായി. പവിക്കും ഏതാണ്ട് കാര്യം പിടികിട്ടിയിരുന്നു. കാരണം അവന്റെ ഫ്രണ്ട് ജിതിന്റെ അച്ഛനും കുവൈറ്റിലായിരുന്നു. അവന്റെ അമ്മക്ക് വട്ടുപിടിച്ച പോലെയായിരുന്നു എന്നാ അവൻ പറഞ്ഞത്. പക്ഷെ ബമ്പർ അടിച്ചത് അവനും. അവനും അമ്മയെ അടിച്ചുപൊളിച്ചെന്നാ പറഞ്ഞത്. ജിതിന്റെ വീട്ടിൽ അവനും അമ്മയും മാത്രമേയുള്ളൂ. അതുകൊണ്ട് അച്ഛൻ വരുന്നില്ലാന്നറിഞ്ഞു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു അവർ പരിപാടി തുടങ്ങിയെന്നാ അവൻ പറഞ്ഞേ. അമ്മയാണ് മുൻകൈയെടുത്തേ എന്നും അവൻ പറയുന്നു. അവന്റെ അമ്മക്ക് അത്രയും ആർത്തി കാണും. ഇവിടെ തന്റെ അമ്മക്കോ ഉണ്ടായിട്ടും കാര്യമില്ലായിരുന്നു ഇതുവരെ. മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും നടക്കില്ല. അപ്പോഴാണ് മുത്തച്ഛൻ തറവാട്ടിൽ മുത്തശ്ശിയെയും കൂട്ടിപ്പോയത്. ലോക്ക്ഡൗണിൽ അവർ തറവാട്ടിൽ പെട്ടുപോയി. അങ്ങനെയാണ് താനും അമ്മയും ഇവിടെ വീട്ടിൽ തനിയെ ആയത്. മുത്തച്ഛനും മുത്തശ്ശിയും പോയതിൽ പിന്നെ അമ്മക്ക് ദേഷ്യമുണ്ടായതല്ലാതെ തന്നെ വളക്കാനുള്ള ലക്ഷണമൊന്നും കാണാതെ വന്നപ്പോൾ പവി ജിതിനെ വിളിച്ചു ചോദിച്ചു. ജിതിൻ പറഞ്ഞത് കാര്യം ഒരു വളഞ്ഞ വഴിയിൽ സൂചിപ്പിക്കൂ എന്നാണ്. പിന്നെ സാമാനം അമ്മയെ അറിയാത്ത മട്ടിൽ കാണിച്ചു കൊടുക്ക് എന്നും പറഞ്ഞു. മീനുവിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. നല്ല ഒത്ത ചരക്കെന്നു തന്നെ പറയാം. അല്പം വണ്ണമുണ്ട്. നിറം അല്പം ഇരുണ്ടിട്ടാണ്. എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ പവി മീനുവിനെ ആ രീതിയിലൊരിക്കലും കണ്ടിട്ടില്ല. ജിതിൻ പറഞ്ഞതുമുതലാണ് അവൻ മീനുവിനെ അങ്ങനെ നോക്കിത്തുടങ്ങിയത്. അമ്മയെ ചെയ്യുന്ന ചില കഥകളും കൂടെ വായിച്ചപ്പോഴേക്കും അവന്റെ എല്ലാ ചമ്മലും മാറി മീനുവിനെയോർത്തു ഒരെണ്ണം കൊടുത്തു. പുറന്തള്ളിയ കൊഴുപ്പിന്റെ അളവും ചീറ്റുന്ന സ്പീഡും കൂടിയതുകണ്ടു പവിക്ക് ആവേശമായി. വീട്ടിൽ ബെർമുഡയിട്ട് നടന്നിരുന്ന പവി ഇപ്പോൾ ലുങ്കിയുടുത്തു തുടങ്ങി. ബ്രീഫിടാതെ നടക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ അറിയാത്തമട്ടിൽ പാളിനോക്കുന്നത് അവൻ കാണുകയും ചെയ്തു. പക്ഷേ അതല്ലാതെ വേറെ ഒരു സൂചനയും അമ്മയുടെ സൈഡിൽ നിന്നും വരാതെ വന്നപ്പോൾ അവൻ വീണ്ടും ജിതിനെ വിളിച്ചു. അങ്ങനെ അവർ ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കി. അതിനി പറയാം. പവി വെറുതെ ആവശ്യമില്ലാതെ മീനുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങി. ഒരു ദിവസം രാവിലെ ദോശക്കു ചട്നിയിൽ കൂടുതൽ എരിവുണ്ടായെന്നും പറഞ്ഞവൻ മീനുവായിട്ടുടക്കി. അമ്മയിങ്ങനെ എന്തിനോ വേണ്ടി ഉണ്ടാക്കുന്നതെന്തിനാ? വായിൽ വെക്കാൻ കൊള്ളില്ല, പവി പറഞ്ഞു. അത് കേട്ട മീനു അടുക്കളയിൽ നിന്നും ദേഷ്യപ്പെട്ടു. വേണ്ടേൽ തിന്നണ്ട, വെച്ചിട്ടേറ്റു പോടാ. അമ്മയെന്തിനാ എന്നോട് ചാടിക്കടിക്കുന്നേ? അച്ഛൻ വരാത്തതിന് ഞാൻ എന്തു പിഴച്ചു? പവി ചോദിച്ചു. എന്താടാ പറഞ്ഞേയെന്നും ചോദിച്ചു മീനു അങ്ങോട്ട് വന്നു, കയ്യിൽ ഒരു തവിയും. അമ്മക്കെന്താ ഇത്ര സൂക്കേടെന്ന്? അച്ഛൻ വരാത്തതിനെന്റെ തലയിൽ കേറിക്കോ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലോ. പവി പറഞ്ഞു. എടാ നാറി, എന്താടാ പറഞ്ഞേ? മീനു കയ്യിലിരുന്ന തവി കൊണ്ടവനെ തല്ലി. പവി ഒന്നും മിണ്ടാതെ നിന്ന് അടി മുഴുവൻ കൊണ്ടു. കുറച്ചു കഴിഞ്ഞു മീനു കരഞ്ഞുകൊണ്ട് അവിടെയൊരു കസേരയിലിരുന്നപ്പോൾ പവി അവിടുന്ന് പോയി. അവൻ മുകളിൽ റൂമിൽ പോയി ജിതിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത സ്റ്റെപ്പിന് അവർ കാത്തിരുന്നു. അമ്മയിനെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിക്കാൻ വരുമെന്ന് അവർ കണക്കുകൂട്ടിയിരുന്നു. അമ്മ പടികേറി വരുന്ന സ്വരം കേട്ടപ്പോൾ പവി ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. അവന്റെ സംസാരം കേട്ടുകൊണ്ട് മീനു അവന്റെ മുറിയുടെ പുറത്തുനിന്നു. എന്താണ് അവനും കൂട്ടുകാരനും സംസാരിക്കുന്നതെന്ന് കേൾക്കാം എന്നവൾ കരുതി. എടാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ലാതെ മനഃപൂർവമാണോ? അമ്മ പാവമാടാ, പവി പറയുന്നതു കേട്ട് മീനു അറിയാതെ ചിരിച്ചു. ഹലോ ഹലോ ജിതിൻ, കേൾക്കുന്നുണ്ടോ? ഹലോ, പവി ചോദിച്ചു. എന്താ, നല്ലപോലെ കേൾക്കുന്നില്ലേ? ഓക്കേ, സ്പീക്കർ ഓണാക്കാം. പവി സ്പീക്കർ ഓണാക്കി. പവി കേൾക്കുന്നുണ്ടോ? ജിതിന്റെ സ്വരം മീനു കേട്ടു.
അപ്പോൾ അപ്പുറത്തു ജിതിനാണ്. അവനെയും അവന്റെ അമ്മ ലതയെയും മീനു അറിയും. അവർ പലപ്പോഴും ഇവിടെ വന്നിട്ടുമുണ്ട്. എടാ, അത് സാരമില്ല, നിന്നെ കുറ്റം പറയാനും പറ്റില്ല, നിന്റെ അമ്മ അത്രക്കും സുന്ദരിയല്ലേടാ. ജിതിൻ പറയുന്നതു കേട്ട് മീനു ഞെട്ടി. അതൊക്കെ ശരിയാ. പക്ഷെ നിന്നെ പോലെ അമ്മയെ ചെയ്യാൻ എനിക്ക് പറ്റുമോ? പവി ചോദിച്ചത് കേട്ട് മീനു വീണ്ടും ഞെട്ടി. ദൈവമേ, ഇവർ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് മീനു ഓർത്തു. എടാ, നിന്റെ അവസ്ഥ തന്നെയല്ലേ ഇവിടെയും. അച്ഛൻ 1-1.5 വർഷം കൂടുമ്പോഴാ വരുന്നത്. അമ്മ അത്രയും കാലം എല്ലാം അടക്കിപ്പിടിച്ചു കഴിയണോ? നമ്മളല്ലേ ഉള്ളൂ അവർക്ക്. ജിതിൻ ചോദിച്ചതു കേട്ട് മീനു അങ്ങനെ നിന്നു. ഇപ്പോൾ അച്ഛൻ വരുമെന്നോർത്തു നോക്കിയിരുന്ന അമ്മയ്ക്കിപ്പോൾ ദേഷ്യം. അടിച്ചു പൊളിക്കണമെന്നു വിചാരിച്ചിരുന്നതല്ലേ. പവി പറഞ്ഞത് കേട്ട് മീനു അത് ശരിയല്ലേ എന്ന് ഓർത്തു നോക്കി. രാജേഷ് വരുന്നുണ്ടല്ലോ എന്നോർത്ത് കുറച്ചുനാളായി തൊടാതെ വെച്ചിരിക്കുവായിരുന്നു. നല്ലപോലെ തിളച്ചു നിൽക്കുമ്പോൾ രാജേഷ് വന്നിട്ട് അടിച്ചു പൊളിക്കാം എന്നല്ലേ കരുതിയത്. എന്നിട്ട് നിന്റെ പ്ലാൻ എന്താ? ജിതിൻ ചോദിച്ചു. അമ്മക്ക് സുഖം കൊടുക്കണം എന്നുണ്ട്. പക്ഷേ അമ്മക്ക് ഇഷ്ടപ്പെടണമല്ലോ. ഞാൻ അല്ലാതെ വേറെയാരാ അമ്മക്കുള്ളത്? പവി പറഞ്ഞു. അതെ, വേറെയാരെക്കൊണ്ടും പറ്റില്ല, പുറത്തെറിഞ്ഞാൽ നാറും. അതുകൊണ്ടല്ലേ അമ്മ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ജിതിൻ പറഞ്ഞു. നിങ്ങളുടെ പരിപാടി എങ്ങനെയുണ്ടടാ? നീ നല്ല പോലെ സുഖിക്കുന്നുണ്ടോ? പവി ചോദിച്ചു. ആടാ ചെയ്യുന്നേൽ അമ്മയെ ചെയ്യണം. അമ്മയും പറഞ്ഞത് അച്ഛൻ ചെയ്താൽ പോലും ഈ സുഖമില്ലെന്നാ. ജിതിൻ പറഞ്ഞത് കേട്ട് മീനു തരിച്ചുനിന്നു. അമ്മയ്ക്ക് ഇഷ്ടമാണേൽ ഞാൻ റെഡിയാ. അമ്മയുടെ അടിവാരത്തിൽ പണിയെടുക്കാൻ തിടുക്കമായി മോനെ. സാധനം കടഞ്ഞിട്ടു വയ്യ, പവി പറഞ്ഞു. അത് പിന്നെ അങ്ങനെയാ. ഒരു തവണ നിന്റെ സാധനം കണ്ടാൽ പിന്നെ നിന്റെ അമ്മ നിന്നെ വിടൂല്ല. അതുപോലത്തെ സാധനമല്ലേടാ നിനക്ക്. നിന്റെ കുട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ അമ്മ പറഞ്ഞു നിന്നെ വിളിച്ചു ചെയ്യിപ്പിക്കണമെന്ന്. ജിതിൻ പറഞ്ഞു. പിന്നെന്താ, ഈ ലോക്ക്ഡൗൺ കഴിയട്ടെ, ഞാൻ വരാം, പവി പറഞ്ഞു. അതിനു മുമ്പ് നിന്റെ പരിപാടി ശരിയാക്കി. അപ്പോൾ അളിയാ, പിന്നെ കാണാം. അമ്മ വിളിക്കുന്നു. ശരിയളിയാ. എന്റെ കാര്യം നടന്നാൽ ഞാൻ അറിയിക്കാം. പവി ഫോൺ വെച്ചപ്പോൾ അന്തംവിട്ടു നിന്ന മീനു അല്പനേരം കഴിഞ്ഞു താഴോട്ടു പോയി. ചെവി വട്ടം പിടിച്ച പവി അമ്മ പോയതറിഞ്ഞു. താഴെ അടുക്കളയിൽ ചെന്ന മീനുവിന് തന്റെ തല പെരുത്തുപോലെ തോന്നി. എന്തൊക്കെയാണ് കേട്ടത്? മീനു ആകെ വിഷമത്തിലായി. ജിതിൻ പറഞ്ഞതും കാര്യമല്ലേ, മീനു ഓർത്തു. കെട്ടിയോന്മാരില്ലാതെ തങ്ങളുടെ ജീവിതം ഉരുകിത്തീരുന്നു. അവരുമവിടെ ഇതുപോലെയിരിക്കുവാണോ? അടിയുടെ ഉസ്താദായ രാജേഷ് കൈപ്പണി മാത്രം ചെയ്താണോ വർഷങ്ങൾ തള്ളിനീക്കുന്നത്? ഒരിക്കലുമല്ല. പണ്ട് ചോദിച്ചപ്പോൾ ഒരു ചിരിയായിരുന്നു മറുപടി. മതിയല്ലോ. തന്റെ ഒരു ഗതികേട്. മീനു ആലോചനക്കിടയിൽ അറിയാതെ താഴെയൊന്നു തടവി. അമ്മ പോയതിനുശേഷം പവി ബെഡിൽ കിടന്നു അടുത്ത സ്റ്റെപ്പ് ആലോചിച്ചു. ജിതിൻ പറഞ്ഞതനുസരിച്ചാണേൽ അമ്മക്ക് വികാരം തോന്നിക്കാണും. കുറച്ചാലോചിച്ചിട്ട് അമ്മ കേറിവരും. പവി അമ്മയുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു. താൻ ജനിച്ചു വീണ മണ്ണിലേക്ക് അവൻ വീണ്ടും നിരങ്ങിക്കേറി. മീനു അതു നല്ലോണമറിഞ്ഞു. മീനു ആ പ്രക്രിയ നല്ലപോലെ ആസ്വദിച്ചു. രണ്ടുപാട് നാളായി ഉള്ളിൽ ഒതുക്കിവെച്ച മീനുവിന്റെ എല്ലാ വികാരങ്ങളും പൊട്ടിയൊഴുകി. മീനു നല്ലപോലെ സുഖിച്ചു. ഈ കഥ ഇവിടെ തൽക്കാലം അവസാനിക്കുന്നു. ഇതിന്റെ തുടർഭാഗമോ അല്ലെങ്കിൽ പുതിയൊരു കഥയുമായോ ഞാൻ വീണ്ടും വരാം. ഈ കഥ നിങ്ങൾക്കു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കു ഷെയർ കൂടി ചെയ്യുക. ഇതുപോലുള്ള കഥകൾ വീണ്ടും കേൾക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു കഥയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരെ നമ്മുടെ ചാനലിലെ മറ്റു കഥകൾ കേട്ടു സുഖിച്ചോട്ടോ.